സുഹൃത്തുക്കളെ, അപ്പോ സഹാവ് പിണറായി വിജയൻ പോലീസ് സേനയ്ക്ക് വേണ്ടി, കേരളത്തിലെ പോലീസുകാർക്ക് വേണ്ടിയിട്ട് 146 പുതിയ വാഹനം ഇറക്കിയിരിക്കുന്നു. ഞാൻ ഈ വാർത്ത ഒരുപാട് ചാനലിൽ തിരഞ്ഞു, ഒരു ചാനലിലും കാണാനില്ല. ഇത് എവിടെ കിടക്കണമെന്നറിയോ? നമ്മുടെ കേരള പോലീസുടെ ഫേസ്ബുക്ക് പേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. 146 വണ്ടി നമ്മുടെ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇത് സംഭാവന ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഇത് എന്തുകൊണ്ട് മറ്റുള്ള ചാനലുകാർ വാർത്തയാക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു കാര്യം ചെറിയൊരു മുട്ടുസൂചി വെച്ച് ആർക്കെങ്കിലും വാങ്ങിക്കൊടുത്താൽ അതിന് ഒരുപാട് ഫേസ്ബുക്ക് പേജിൽ വാനോളം പുകഴ്ത്തിയിട്ട് അങ്ങയുടെ ഫോട്ടോ വെച്ചിട്ട് മൊത്തം എല്ലാ സ്റ്റേറ്റിലും അങ്ങ് അടിച്ചു വിടും. പക്ഷെ ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ ഒരു വിഷയം ചെയ്തത് ആരും അറിയുന്നില്ല. അപ്പൊ സഹാക്കളൊക്കെ എവിടെ പോയെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ സഹാക്കളുടെ ഒരു അഡ്രസ് ഇല്ല. ശ്രീ പിണറായി വിജയൻ ഇത്രയും നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചും ചെയ്യുകയും ചെയ്തിട്ട് പോലും, നല്ലൊരു ഭരണം കാഴ്ചവെച്ചിട്ട് പോലും ഈ വഴിക്കാര്യം കാണാനില്ല. അതാണ് ഇന്നെല്ലാം സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഓരോ വോട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കണം. പല ആളുകൾക്ക് അത് അറിയുന്നില്ല. ഇന്ന് തിരുവനന്തപുരം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പല ജില്ലയും പോകാൻ സാധ്യതയുണ്ട്. അപ്പോ നിങ്ങൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായിട്ട് ആളുകളിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന വികസനം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയിക്കേണ്ടതുണ്ട്. ചുമ്മാ ഇതിൻ്റെ അകത്ത് വന്നിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, വികസനങ്ങൾ എന്തൊക്കെയാണ് കേരള സർക്കാർ കൊണ്ടുവരുന്നത്, എന്തെല്ലാം പദ്ധതികൾ പാവങ്ങൾക്ക് എന്തെല്ലാം കൊടുക്കുന്നുണ്ട്, എത്രയോ ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ലൈഫ് പദ്ധതി വഴിക്ക്. പക്ഷെ ഇതൊന്നും വാർത്തയാകുന്നില്ല. മറിച്ച് പിണറായി വിജയന്റെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് പൊക്കിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. അതിന് ഒരുപാട് വാർത്താ ചാനലും വാർത്ത പ്രധാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ 146 വണ്ടിയാണ് നമ്മുടെ കേരള പോലീസിന് വേണ്ടിയിട്ട് ശ്രീ പിണറായി വിജയൻ സംഭാവന ചെയ്തത്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പിണറായി വിജയനെ അഭിനന്ദിച്ചുകൊണ്ട് കൃത്യമായിട്ട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ സഹാവ് പിണറായി വിജയൻ എത്രമാത്രം വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. എന്തായാലും നമുക്ക് അടുത്ത ഇലക്ഷൻ നോക്കാം. മൂന്നാമത്തെ ഭരണം പിണറായി വിജയൻ തന്നെ വരുമോ ഇല്ലയോ എന്നുള്ളത്.